പ്രിയപ്പെട്ട വീരാൻകുട്ടി മാഷ്, ബൈജു, ദുർഗ, ശരത്, സന്ദീപ്, ഏറ്റവും പ്രിയ നിറഞ്ഞ സ്നേഹിതരെ, മീം കവിയരങ്ങിലേക്ക് എന്നെ വിളിച്ചപ്പോൾ പല രീതിയിൽ എനിക്ക് സന്തോഷം തോന്നി. ഒന്ന്, പ്രവാചകൻ്റെ സ്മരണയിലൊരു കവിയരങ്ങ്, വളരെ മനോഹരമായൊരു ഭാവന. ഇത് മുമ്പേ ഇവിടെ നടക്കുന്നതാണ് എന്ന് എനിക്കറിയാം. ഇതിൽ പങ്കെടുത്തവർ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷം. പിന്നെ ഈ ഒരു സ്ഥലം, നോളജ് സിറ്റി, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ നഗരം, അല്ലെങ്കിൽ അറിവിൻ്റെ ഇടം. പിന്നെ 100 കവികൾ, 100 കവിതകൾ, അതും അതിൽ കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം. റസാഖ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കവിയരങ്ങുണ്ട്, പ്രവാചകനെ പറ്റിയുള്ള ഒരു കവിത കഴിയുമെങ്കിൽ ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രവാചകനെ കുറിച്ചുള്ള കവിത ഇതുവരെ എഴുതിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ കവിത എഴുതിയിട്ടിപ്പോൾ എന്തോ കഷ്ടകാലം കൊണ്ട് 5-8 മാസമൊക്കെ ആയി, എഴുതാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പലരോടും ഇതിനെപ്പറ്റി സംസാരിച്ചു. എഴുതാൻ നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുമ്പോൾ എഴുതുന്ന ആളാണ് അതിൻ്റെ ഒരു രീതി. അല്ലാതെ നമ്മളിപ്പോൾ കവിത പണ്ട് മുതലേ വായിക്കുക എഴുതുകയൊക്കെ ചെയ്യുന്ന അതിൻ്റെയൊക്കെ ഒരു ടെക്നിക്കൊക്കെ അറിയുന്ന സ്ഥിതിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കവിത എഴുതാം. പക്ഷെ അങ്ങനെ ശ്രമിക്കാറില്ല, വരട്ടെ എന്ന് കരുതി നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഞാൻ ഈ റസാക്ക് പറഞ്ഞപ്പോൾ പ്രവാചകനെ പറ്റി കവിത ചൊല്ലാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മലപ്പുറത്താണ് എൻ്റെ വീട്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയുടെ അടുത്താണ്. അപ്പോൾ ഒരു സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, യേശു നമുക്ക് അറിയാത്ത ആളൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചുറ്റുപാട് യേശു അത്ര അറിയുന്ന ആളല്ല. കാരണം ക്രൈസ്തവ കുടുംബങ്ങൾ ഒട്ടും ഇല്ലാത്ത ഒരു പഞ്ചായത്തിലായിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചു. പക്ഷെ പ്രവാചകൻ നമുക്ക് അറിയാത്ത ആളല്ല, ഒട്ടുമേ അപരിചിതനല്ല. അതുകൊണ്ട് പ്രവാചകനെക്കുറിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം. ഒരുപാട് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ജീവിച്ചു വളർന്ന ഒരു സാഹചര്യം വെച്ചിട്ട്, ഞാനിപ്പോൾ ഇന്ന് പോരാൻ വേണ്ടി ഇങ്ങനെ വണ്ടി എടുത്ത് പോന്നപ്പോഴും കാവനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഘോഷയാത്ര, അതിൽ ആഘോഷങ്ങൾ നടക്കുന്നു, ഒപ്പം പ്രവാചകനെക്കുറിച്ചുള്ള വാക്കുകൾ സംസാരിക്കുന്ന ആളുകൾ. പിന്നെ തൊട്ടടുത്തൊക്കെ പള്ളികളായതുകൊണ്ട് രാത്രി ഇപ്പോൾ വയലിൽ അത്ര കേൾക്കാറില്ല. ചില മാസങ്ങളിൽ നല്ല വേനൽക്കാലത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വയലിൽ കേൾക്കും. എങ്ങനെയാലും അത് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. അപ്പം നമ്മൾ കൗതുകത്തോടു കൂടി കേൾക്കും, സംസാരിക്കും നമ്മുടെ സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് ഒക്കെ. അപ്പോൾ എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഈ അറിവ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് പ്രവാചകൻ കൊടുത്തിട്ടുള്ള ഒരു പ്രാധാന്യം. ഞാൻ പറഞ്ഞില്ല, ഒരു വക്ക്, ഒരു പക്ഷേ അന്ധനാനയെ കാണുന്ന പോലെ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഒരുപാട് സമഗ്രമായി പഠിച്ചതല്ല, നമ്മൾ ഓരോ ആംഗിളിൽ നിന്ന് കാണുന്നതാണല്ലോ. എന്നെ സംബന്ധിച്ച് ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് അറിവ് എന്നുള്ളൊരു ഫാക്ടറിന് പ്രവാചകൻ കൊടുത്തിട്ടുള്ള ഒരു പ്രാധാന്യമാണ്. അറിവിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാമെന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കവിത പ്രവാചകനെ പറ്റി ചൊല്ലാം എന്ന് കരുതുന്നു. വീരാൻകുട്ടി മാഷ് വളരെ മനോഹരമായി പറഞ്ഞു തന്നു. സ്തുതിയെക്കുറിച്ചും വാഴ്ത്തിനെക്കുറിച്ചുമുള്ള, പുകഴ്ത്തലിനെക്കുറിച്ചുള്ള ഒരു മാറ്റം സത്യമാണ്. നമ്മൾ പുകഴ്ത്തേണ്ട കാര്യമില്ല. നമ്മൾക്ക് കിട്ടിയ അറിവിൽ കരുണയെക്കുറിച്ച് പറഞ്ഞു, ഒക്കെ നമ്മളെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന. ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ട് ലത്തീഫിനോട് സംസാരിച്ചപ്പോൾ ലത്തീഫ് അങ്ങനെ വലിയ വിശ്വാസിയൊന്നുമല്ല. പക്ഷെ ലത്തീഫ് പറഞ്ഞു, പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഐഹിക ജീവിതത്തിന് ഇത്രയധികം നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള ഒരു, പരലോകത്തിനെ കുറിച്ചാണ് പൊതുവെ ഫോക്കസ് ചെയ്യപ്പെടാറ്. പക്ഷേ ഐഹിക ജീവിതത്തിന്, ഈ ലോകത്തിലുള്ള മെറ്റീരിയലിസ്റ്റ് ലൈഫിനെ പറ്റി ഇത്രത്തോളം സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാട് വിശദീകരിച്ച് തന്നിട്ടുള്ള മറ്റൊരു പ്രവാചകനും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയിൽ വരുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എത്തി പറഞ്ഞ വളരെ മനോഹരമായൊരു കാഴ്ചപ്പാട്,
പങ്കുവെച്ചത് ഈ ഒരു ബുദ്ധനുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു. ബുദ്ധൻ ജ്ഞാനം കിട്ടാൻ വേണ്ടി ഭാര്യയെയും കുടുംബത്തെയും ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രവാചകന് ജ്ഞാനം കിട്ടിയ സമയത്ത് ഖദീജയുടെ അടുത്ത് പോയി അല്ലേ, പുതപ്പിട്ടുമൂട് എന്ന് പറഞ്ഞ ആ ഒരു ജ്ഞാനത്തിൻ്റെ കുളിരിൽ അദ്ദേഹം ഖദീജയുടെ അടുത്ത്, ഭാര്യയുടെ അടുത്ത് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ജീവിതത്തിൽ, ഇഹലോകത്തിൽ ജീവിക്കുന്നിടത്ത് പ്രവാചകൻ തന്നിട്ടുള്ള ചില ആംഗിൾ, ഞാൻ പറഞ്ഞില്ല ഞാൻ സമഗ്രമായി പഠിച്ച ആളല്ല, ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ എന്നോടൊപ്പം കൂടിയിട്ടുള്ള ചില വിചാരങ്ങളും ചിന്തകളും ഒക്കെയാണ് പ്രവാചകനെക്കുറിച്ചുള്ളത്, അറിവാണ്. അപ്പോൾ അറിവിനെക്കുറിച്ച് എനിക്ക് തോന്നിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് എഴുതിയത് ഒരു കവിത, മുമ്പ് എഴുതിയ ഒരു കവിതയും വായിക്കാമെന്ന് കരുതുന്നു. അറിവ്, അറിവ്, അറിവില്ലെന്ന അറിവ്, അറിവില്ലെന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്, അറിവില്ലെന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന അറിവ്, അറിവില്ലെന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന അറിവ്, പ്രവാചകൻ തന്ന ഏറ്റവും വലിയ അറിവ്, പ്രവാചകൻ തന്ന ഏറ്റവും വലിയ അറിവ് കവചം. അത്രയേ ഉള്ളൂ. മുമ്പേ എഴുതിയ ഒരു കവിതയും കൂടെ ചൊല്ലാം. കുറച്ച് മുമ്പ് പ്രസിദ്ധീകരിച്ചു വന്നാണ്. നാഥുല എന്ന് പറഞ്ഞ കവിതയാണ്. നാഥുല എന്ന് പറഞ്ഞ ഒരു പാസ് ആണ്. സിക്കിമിൽ നിന്ന് ചൈനയുടെ ബോർഡറിലേക്കുള്ള ഒരു യാത്ര. നാഥുല. മരിച്ചതിന് ശേഷമെന്നതുപോൽ നടന്നു നോക്കിയിട്ടുണ്ടോ? നടത്തമല്ലത്, ഒഴുക്കാണ്, ഒഴുകലാണ്. കാറ്റുപോലെ, ആകാശം പോൽ, സ്വപ്നത്തിനുമേലാപ്പു കെട്ടിയ മങ്ങൂഴം പോൽ. യുധിഷ്ഠിരൻ പണ്ട് നടന്നു നീങ്ങിയ സ്വർഗാരോഹിണിയെപ്പോൽ പിറകിൽ പിന്തുടർന്ന് വീണുറഞ്ഞ അഹംബോധ പടവുകളിലൂടെ. പിറകെയൊന്നു പറയാനൊന്നുമില്ല, ചുറ്റുമില്ല, ചുറ്റുപാടുകളുമില്ല, വഴികളില്ല, കാൽപ്പാടുകളില്ല, കാലുപോലും ഉണ്ടോ എന്നറിയുന്നില്ല. മഞ്ഞാണ്, മൂടൽ മഞ്ഞാണ്, പെയ്തു നിറയുന്ന പഞ്ഞിമഴയാണ്, തീരാമേഘമാണ്, മേഘക്കൂടാരമാണു നമ്മൾ. മഞ്ഞാണ്, മൂടൽ മഞ്ഞാണ്, പെയ്തു നിറയുന്ന പഞ്ഞിമഴയാണ്, തീരാമേഘമാണ്, മേഘക്കൂടാരമാണു നമ്മൾ. ഉള്ളിൽ നിന്നുള്ളം നിറഞ്ഞു തൂവും ഉന്മാദപ്പെരുങ്കടലാണ് ഭൂമി. ഉറഞ്ഞു കട്ടിയായൊരു ചില്ലുപാറ പോലെ ജീവൻ. റെയിൻഡിയർ പോലൊരു ജീവിയെ ഇടയിലെവിടെയൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. റെയിൻഡിയർ പോലൊരു ജീവിയെ ഇടയിലെവിടെയൊക്കെയോ പ്രതീക്ഷിച്ചു പോകുന്നുണ്ട്. ചിലപ്പോൾ പറന്നു പൊങ്ങുന്നേരം യാത്രയൊന്നു പറയുവാൻ, ചിലപ്പോൾ പറന്നു പൊങ്ങുന്നേരം യാത്രയൊന്നു പറഞ്ഞു പിരിയുവാൻ. ബോധമാണ്, അബോധമാണ്, രണ്ടിനുമിടയിലായി ഉപബോധ ചെറുചാലിൽ കുന്തളിക്കുന്ന മിടിപ്പുജാലമാണ്, മുന്നിലേക്കൊഴുകുക തന്നെയാണ്. ബോധമാണ്, അബോധമാണ്, രണ്ടിനുമിടയിൽ ഉപബോധ ചെറുചാലിൽ കുന്തളിക്കുന്ന മിടിപ്പുജാലമാണ്, മുന്നിലേക്കൊഴുകുക തന്നെയാണ്. പെട്ടെന്ന് ചെന്നുമുട്ടുന്നു ഒരു സൈനികനിൽ, പെട്ടെന്ന് ചെന്നുമുട്ടുന്നൊരു സൈനികനിൽ, അയാളിൽ പതിഞ്ഞിരിക്കുന്ന തോക്കുലോഹത്തിൽ, അയാളിൽ പതിഞ്ഞിരിക്കുന്ന തോക്കുലോഹത്തിൽ. അയാളുടെ ചിരിയൊരു കൊള്ളിയാൻ, അതിൻ വെട്ടത്തിലൊരു മുള്ളുവേലി. അയാളുടെ ചിരിയൊരു കൊള്ളിയാൻ, അതിൻ വെട്ടത്തിലൊരു മുള്ളുവേലി. അപ്പുറമിപ്പുറം രണ്ടു നനഞ്ഞ പതാകകൾ, അപ്പുറമിപ്പുറം രണ്ടു നനഞ്ഞ പതാകകൾ. പട്ടുപാത മുറിയുന്നു, മഞ്ഞിനുള്ളിൽ മൈനുകളുണ്ട്. പൊട്ടിച്ചിതറണ്ടെന്നാൽ തിരികെ പോരാം. പട്ടുപാത മുറിയുന്നു, മഞ്ഞിനുള്ളിൽ മൈനുകളുണ്ട്. പൊട്ടിച്ചിതറേണ്ടെന്നാൽ തിരികെ പോരാം. ഇപ്പോൾ ബോധം മാത്രമേയുള്ളൂ, ഇപ്പോൾ ബോധം മാത്രമേയുള്ളൂ. കുന്തളിപ്പുകളൊന്നുമില്ല, കവിതയുമില്ല. കുന്തളിപ്പുകളൊന്നുമില്ല,
കവിതയുമില്ല. നന്ദി. ഒരുപാട് പ്രവാചകനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ കുറേയധികം പേർ കവിത ചൊല്ലാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ചിലരുടെയെങ്കിലുമൊക്കെ കവിത കേൾക്കണം എന്നും ആഗ്രഹമുണ്ട്. ദുർഗാപ്രസാദിൻ്റെയും ബൈജുവിൻ്റെയും ശരത്തിൻ്റെയും വീരാൻകുട്ടി മാഷിൻ്റെയും ഒക്കെ കവിതകൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുകയും പരസ്പരം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതൊന്നും അല്ലാതെ ഇവിടെയുള്ള ഒത്തിരി കവികളുടെ കവിതകൾ കൂടി കേൾക്കാനുണ്ട്. അതിൽ ചിലരെയെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹം.